ഔദ്യോഗിക ചടങ്ങിൽ RSSന്റെ ഗണഗീതം കുട്ടികളെ കൊണ്ട് പാടിച്ചിരിക്കുകയാണ്. ആ കുട്ടികളെ വിട്ടുകൊടുത്ത സ്കൂൾ ആരാണെന്ന് അന്വേഷിക്കണം. അവർക്കെതിരായിട്ട് നടപടി സ്വീകരിക്കണം. കുട്ടികളെ കൊണ്ട് ഈ വർഗീയവൽക്കരിക്കുന്ന ഈ കാര്യങ്ങളിൽ ഈ കുട്ടികളെ ഉപയോഗിക്കാൻ ആരാണ് തീരുമാനമെടുത്തത്? ഈ കുഞ്ഞുങ്ങളെ ഉപയോഗിക്കാൻ വേണ്ടി അതിന് ആരാണ്, ഏത് സ്കൂളാണ് ഈ കുട്ടികളെ ഇത്രയും കാര്യങ്ങൾക്ക് വിട്ടുകൊടുത്തത്? റെയിൽവേ ആദ്യം അത് എക്സിൽ നിന്ന് മാറ്റി വീണ്ടും എക്സിൽ വെച്ചിരിക്കുക. അപ്പോൾ അത് സമ്മർദ്ദം കൊണ്ടാണ്. ഔദ്യോഗിക ചടങ്ങുകളെ രാഷ്ട്രീയവൽക്കരിക്കാൻ പാടില്ല. RSSന്റെ ഗണഗീതം അവർ പാടിക്കോട്ടെ, അവരെ ചടങ്ങിൽ പാടിക്കോട്ടെ. ഔദ്യോഗിക ചടങ്ങിൽ പറ്റില്ല. ഔദ്യോഗിക ചടങ്ങിൽ അത് പാടില്ല, ഒരു കാരണവശാലും പാടില്ല. ഒരു തരത്തിലുള്ള രാഷ്ട്രീയവൽക്കരണം ഈ സർക്കാർ ചെലവിൽ, നാട്ടുകാരുടെ ചെലവിൽ നടക്കില്ല. അല്ലല്ല, അത് അവര് പാടിക്കോട്ടെ തന്നെ. അത് ദേശഭക്തി ഗാനമൊന്നുമല്ല. അതെങ്ങനെ ദേശഭക്തി ഗാനമെന്ന്? നമ്മളൊക്കെ ഈ നാട്ടിൽ ജനിച്ചു വളർന്ന ആളുകളല്ലേ. RSSന്റെ ഗണഗീതം എങ്ങനെ ദേശഭക്തി ഗാനമാണ്? ദേശഭക്തി ഗാനം നമ്മൾ ജനഗണമന പാടാറുണ്ട്, നമ്മൾ വന്ദേമാതരം പാടാറുണ്ട്. അതെല്ലാം ഔദ്യോഗികമായി അംഗീകരിച്ച കാര്യങ്ങൾ. RSSന്റെ ഗണഗീതം RSSന്റെ പോയി പാടുക. അല്ല, അതൊക്കെ അവർ ചെയ്തോട്ടെ. അതിനൊക്കെയുള്ള സ്വാതന്ത്ര്യം ഇന്ത്യയിലുണ്ട്, ഈ രാജ്യത്തുണ്ട്. അതൊക്കെ കോൺഗ്രസ് കൊണ്ടുവന്ന സ്വാതന്ത്ര്യമാണ്. ഈ രാജ്യത്ത് അതിനൊക്കെയുള്ള സ്വാതന്ത്ര്യമുണ്ട്. അവരുടെ ഗണഗീതത്തെ അവർ വിശദീകരിക്കുകയോ ഗണഗീതം അവർ പാടുകയോ ചെയ്യാം. ഔദ്യോഗിക ചടങ്ങിൽ പറ്റില്ല. ഔദ്യോഗിക ചടങ്ങിൽ ഒരു കാരണവശാലും നടക്കില്ല. അല്ലല്ല, അതൊന്നുമല്ല. ഔദ്യോഗിക ചടങ്ങിൽ ഒരു കാരണവശാലും പാടില്ല. അവര് ആര് ചെയ്താലും തെറ്റാണ്. DK ശിവകുമാർ ചെയ്താലും തെറ്റാണ്. ഔദ്യോഗികമായിട്ട് ആരും ചെയ്യാൻ പാടില്ല. അത് ചെയ്തത് തെറ്റാണ്, ചെയ്യാൻ പാടില്ല. അതൊരു ഔദ്യോഗിക കുട്ടികൾ അങ്ങനെ നിഷ്കളങ്കരമായിട്ട് കുട്ടികൾ നിഷ്കളങ്കരമായിട്ട് പാടില്ലല്ലോ. അതിന്റെ പുറകിൽ ആരെങ്കിലും പ്രവർത്തിച്ചാലല്ലേ പാടുള്ളൂ. ഒന്ന്. രണ്ടത് റെയിൽവേ എന്തിനാ പോസ്റ്റ് ചെയ്യണം? കുട്ടികൾ നിഷ്കളങ്കമായി പാടിയ ഗണഗീതം റെയിൽവേ എങ്ങനെയാണ് എക്സിൽ പോസ്റ്റ് ചെയ്യണം? പിന്നെന്തിനാണ് ആക്ഷേപം വന്നപ്പോൾ പിൻവലിച്ചത്? പിന്നെന്തിനാണ് രണ്ടാമതും വാശിയോടുകൂടി ചേർത്തത്? ഇതൊന്നും ശരിയായിട്ടുള്ള കാര്യമല്ല. ഇതൊന്നും നാട്ടുകാരുടെ ചെലവിലും, ഔദ്യോഗിക പരിപാടി എന്ന് പറഞ്ഞാൽ ജനങ്ങളുടെ ചെലവിൽ നടക്കുന്ന പരിപാടിയാണ് ഔദ്യോഗിക പരിപാടി. അത് ഞാൻ ആദ്യത്തേലും പറഞ്ഞത്. സർവേയുടെ കാര്യം ഇത് രണ്ടും ഒരേ രീതിയിലുള്ള പരിപാടികളാണ്, ഒരേ രീതിയിൽ. ഇത് രണ്ടും കേരളത്തിൽ അനുവദിക്കാൻ പാടില്ല. അതിനെ ശക്തിയായി എതിർക്കുക തന്നെ ചെയ്യും. തീർച്ചയായും ഒരു കാരണവശാലും അനുവദിക്കാൻ പറ്റില്ല.